നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോയായ തിരുവനന്തപുരം മെട്രോയുടെ DPR അവസാന ഘട്ടത്തിൽ നിന്ന് റിപ്പോർട്ട്. ഇതോടെ ഈ വർഷം തന്നെ മെട്രോയുടെ ജോലികൾ തുടങ്ങാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. DMRC തിരുവനന്തപുരം മെട്രോയുടെ DPRന്റെ 95% പൂർത്തിയാക്കിയെന്ന് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് അടുത്ത ഘട്ട നടപടികൾക്ക് വേണ്ടി DMRC KMRL അധികൃതരുടെ യോഗം ചേരുന്നുണ്ട്. DPR സമർപ്പിക്കുന്നതിന് മുൻപ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് യോഗം ചേരുന്നത് എന്നാണ് KMRL MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. തലസ്ഥാനത്തെ മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ DPR പൂർത്തിയായതാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഇതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്. ഇതോടെ രണ്ടാഴ്ചക്കകം DPR KMRLന് സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് ഈ മാസത്തിനുള്ളിൽ സമർപ്പിക്കാൻ സാധിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കും. ഇരു സർക്കാരുകൾക്കും താല്പര്യമുള്ള പദ്ധതി എന്ന നിലയിൽ നിർമ്മാണം തുടങ്ങുന്നതിന് കാലതാമസം ഉണ്ടാകില്ലെന്നും കരുതുന്നു. കൊച്ചി മെട്രോയുടെ മാതൃകയിലുള്ള സംവിധാനം തന്നെയാണ് തലസ്ഥാന നഗരിയിലും ഉയരുന്നത്. പള്ളിപ്പുറം മുതൽ പള്ളിച്ചൽ വരെ ഒന്നാം ഘട്ടവും പള്ളിച്ചൽ മുതൽ നെയ്യാറ്റിൻകര വരെ രണ്ടാം ഘട്ടവും നടപ്പാക്കണമെന്നാണ് പദ്ധതി ശുപാർശ ചെയ്യുന്നത്. അതിനു പുറമെ പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് കരമന നേമം വഴി പള്ളിച്ചൽ വരെയും കഴക്കൂട്ടത്ത് നിന്ന് ഈഞ്ചിക്കൽ വഴി കിളിപ്പാലത്തേക്കും 2 ഇടനാഴികൾക്ക് ശുപാർശയുണ്ട്. വരും കാലത്തെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ആദ്യഘട്ടം ആറ്റിങ്ങൽ വരെ നീട്ടണമെന്നൊരു ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ദേശീയപാത വികസനവും ബൈപ്പാസും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാവും അലൈൻമെന്റ് തയ്യാറാക്കുന്നത്. ഇന്നലെ നടത്തിയ കേന്ദ്ര ബജറ്റിൽ നഗരങ്ങളിലെ മെട്രോ പദ്ധതികൾക്ക് പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്. ഇതിൽ തലസ്ഥാനത്തിന്റെ മെട്രോ പദ്ധതിക്കും കേന്ദ്ര പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. 2014 ആദ്യ DPR സംസ്ഥാനത്തിന് നൽകിയിരുന്നു. എന്നാൽ പദ്ധതി വൈകിയതോടെ മാറിയ സാഹചര്യം വിലയിരുത്തി പുതിയ DPR തയ്യാറാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതോടെ 2021 പുതുക്കിയ DPRും DMRC നൽകിയിരുന്നു. പിന്നീട് കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾ KMRLന് ഏൽപ്പിക്കാനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. തലസ്ഥാനത്തെ കരവ്യോമ ജലഗതാഗത മാർഗങ്ങളെ മെട്രോയുമായി ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള സാധ്യതകൾ DPRൽ ഉൾപ്പെടുത്തും. അടുത്ത 30 വർഷത്തിൽ നഗരത്തിൽ വരാവുന്ന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ചും DPRൽ ഉൾപ്പെടുത്തും. പള്ളിപ്പുറം ടെക്നോ സിറ്റി മുതൽ കരമന കൈമനം വഴി പള്ളിച്ചൽ വരെ 27.4 കിലോമീറ്റർ ദൂരത്തിലാണ് നേരത്തെ ഒന്നാം ഘട്ട വിഭാവനം ചെയ്തിരുന്നത്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് ലുലുമാൾ ചാക്ക ഈഞ്ചിക്കൽ വഴി കിള്ളിപ്പാലം വരെ 14.7 കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിലും നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. തിരുവനന്തപുരം മെട്രോ സിറ്റിയുടെ എസ്റ്റിമേറ്റ് തുക 4219 കോടി രൂപയാണ്. നിലവിൽ DMRCക്ക് വേണ്ടി മറ്റൊരു ഏജൻസിയാണ് സർവേ നടത്തുന്നത്. ഇവർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭൂഗർഭപാത വേണമെന്ന് നിർദ്ദേശ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശമായതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്.